ദക്ഷിതേ ബാ നമുക്ക് പോകാം. ടാറ്റ ബൈ ബൈ. നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മള് പേട്ടയ്ക്ക്. നമ്മളെവിടെ പോണു? പേട്ടയ്ക്ക് പോണം. അങ്ങനെ നമ്മുടെ ദക്ഷബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ദക്ഷബേബിയും കൂടെ എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് നിൽക്കുകയാണ്. നെയ്ച്ചേട്ടൻ ഓൾറെഡി നേരത്തെ പോയിരുന്നു. പിന്നെ ഞാനും കുഞ്ഞു പിറ്റേ ദിവസം പോകുന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലാ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ തന്നെ ഒരു എറണാകുളം ബസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് കയറാമെന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഞാനും അങ്ങോട്ട് ചെന്നു. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിന് കയറാം എന്നുള്ളൊരു പ്ലാനിൽ ഞാനും ദക്ഷബേബിയും ആ ബസ്സിൽ കയറാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ദക്ഷബേബിക്ക് ഭയങ്കര വിഷമം. കാരണം അച്ചായിയെ ഇട്ടിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ഇതാണ്. അതാണ് അവൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കുറേ ദിവസമൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു വിഷമം വരുമല്ലോ. പിന്നെ ഇവനെ നമ്മൾ നേരത്തെ തന്നെ ഓരോ കാര്യങ്ങൾ കുഞ്ഞിലെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അവനെ തന്നെത്താനെ ബസ്സിലൊക്കെ കയറിക്കോളും. അങ്ങനെ നമ്മുടെ സഹായം വേണമെന്നൊന്നുമില്ല. തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒരു സന്തോഷം തന്നെയാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചിട്ടുള്ളൂ. കാരണം നമ്മളും ജോലിയുണ്ട്, തിരക്കുണ്ട്, പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അവനെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് അവൻ തന്നെത്താൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ചെറിയ പ്രായമാണെങ്കിലും അത്യാവശ്യം അവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോളും. അപ്പോൾ വീണ്ടും അവൻ അച്ചായെ നോക്കുക കേട്ടോ, തിരിച്ച് വരുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിലും ഞാൻ ബസ്സിനാണ് മിക്കപ്പോഴും പോകുന്നത്. അപ്പം അച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാലും ഞാൻ പറയും വേണ്ട, ഞാൻ ബസ്സിന് പൊക്കോളാമെന്ന്. അപ്പോൾ അത് നേരത്തോട്ട് അവൻ ചെറുതായിരുന്ന സമയത്തോട്ട് അങ്ങനെ തന്നെയാണ്. അവനെയും കൊണ്ട് ബസ്സിന് തന്നെയാണ് ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണ്. കാരണം ബാഗുണ്ട്, കുഞ്ഞിനെയും കൊണ്ടൊക്കെ ബസ്സിന് പോകുമ്പോൾ അതിനായിട്ട് ബുദ്ധിമുട്ട്. പക്ഷേ എങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് പോകാറുള്ളത്. പിന്നെ അച്ഛൻ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവനങ്ങനെ അച്ഛയ്ക്ക് ടാറ്റയൊക്കെ കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ വേറൊരു ബസ് വന്നു കേട്ടോ. ഈ ബസ്സിനകത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ആ ഒരു ടൈമിൽ വേറൊരു ബസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അതിനകത്തോട്ട് മാറി കയറിയായിരുന്നു. അങ്ങനെ പാലായിൽ നിന്ന് ബസ് എടുത്തു. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് എറണാകുളത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ ഞാൻ ദക്ഷബേബി നല്ല ഉറക്കമായിരിക്കും കേട്ടോ ബസ്സിനകത്തിരുന്ന്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ദക്ഷബേബി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഉറങ്ങും. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ കൊച്ചിനെ വെച്ചുകൊണ്ടിരുന്ന് ഉറങ്ങുന്നത്, കൊച്ച് കയ്യിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി മുമ്പോട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തിയിരിക്കുകയാണ്. ഇനി കുറേ പണിയുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഇനി കുറേ തുണിയുണ്ട് മടക്കി വെക്കാനായിട്ട്. പിന്നെ ഇവിടെ എല്ലാം അലങ്കാരമായിട്ട് കിടക്കുന്ന എല്ലാം അടുക്കി പെറുക്കി വെക്കണം. പിന്നെ എന്താ പറയുക, അടുക്കളയിലാണെങ്കിലും ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. എങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ഉണ്ട് ബാലൻസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് തുടച്ചെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് ഒന്നുകൂടെ വൃത്തിയാക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.